സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുക്കുന്നവർക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, നല്ല കോണ്ടൻ്റാണ് ഞാൻ കൊടുക്കുന്നത്, പക്ഷേ ഓർഗാനിക് റീച്ച് എനിക്ക് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടായി എന്നുള്ള സംശയം. അപ്പം അതിൽ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, നല്ല ഫോളോവേഴ്സ് ഉണ്ട്, ഫൈൻ. നിങ്ങളുടെ ഫോളോവേഴ്സ് ഏറ്റവും കൂടുതൽ കൂടിയത് നിങ്ങളുടെ ഏത് പോസ്റ്റിനായിരുന്നു എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. ഫോളോവേഴ്സ് ഇങ്ങനെ കൂടുന്നുണ്ടാവും, നമ്മുടെ പേജ് നിങ്ങൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും, പക്ഷേ അതുകൊണ്ട് ബിസിനസ്സിന് ഗുണമുണ്ടോ? ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റോങ് ഓഡിയൻസാണ്. നമ്മുടെ ബിസിനസ്സിനെ പറ്റിയ ഓഡിയൻസ് ആയിരിക്കില്ല അവിടെ ബിൽഡായിട്ടുണ്ടാവും. സോ ദേ ഡോണ്ട് കെയർ. നല്ല കണ്ടന്റ് വരുമ്പോൾ അവർ വരുന്നു, ലൈക്ക് ചെയ്യുന്നു, കാണുന്നു, ഷെയർ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു, സോ ആണ്. അതൊരു കാരണമാവാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ല ഓഡിയൻസ് ആണോ എൻ്റെ ബിസിനസ് പേജ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തത്, ഒരു ക്ലിയർ CTA ഉണ്ടാവില്ല. CTA മീൻസ് കോൾ ടു ആക്ഷൻ. അതായത് കോണ്ടന്റ് എല്ലാം കണ്ടു, നല്ലതാണ്, ഐ ആം ഇൻട്രസ്റ്റഡ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടെ ഒരു ബട്ടണോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷനിലേക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ചെയ്യുന്നൊരു കോണ്ടന്റ് ബിസിനസ് റിലേറ്റഡ് കോണ്ടന്റ് ആണെങ്കിൽ അതിന് വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് അവിടെ കാണണം. എങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അതിലേക്ക് പോവുള്ളൂ. മൂന്നാമത്തത്, ലോ എൻഗേജ്മെൻ്റ് ആയിരിക്കും. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇതിൽ എൻഗേജ്ഡ് ആവുന്നില്ല. അവരെ എങ്ങനെ ഇതിൽ എൻഗേജ്ഡ് ആക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി ചെയ്യാം, റിസൾട്ട് ഉണ്ടാവും.